ഇത് എച്ച് പിയുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. ഞാനിത് ഏകദേശം ഒരു വർഷം മുമ്പ് എച്ച് പിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നന്നാക്കാൻ കൊടുത്തിട്ട് ഇത് റീപ്ലേസ് ചെയ്ത് വെച്ച് വന്നതാണ്. ഇത് ഒറിജിനൽ ബാറ്ററിയാണ്. അത് നിങ്ങൾക്ക് കാണാം, ഇത് ബൾജ് ചെയ്ത് നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഡിഫറൻസ് കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതാ ഇവിടെ ബൾജ് ചെയ്ത് നിൽക്കുന്നത്, ബൾജ് ചെയ്യിക്കണം. 3 സെല്ലാണ്. ആ 3 സെല്ലും ബൾജ് ചെയ്ത് നിൽക്കുക. വലുതായിട്ട് ബൾജിങ്ങില്ല, ചെറിയ ബൾജിങ് ആണ്, പക്ഷേ ബൾജിങ് ആണ്. ബാറ്ററി ബാക്കപ്പ് ഒട്ടുമില്ലായിരുന്നു, ഒരു 10 മിനിറ്റൊക്കെ ഉള്ളായിരുന്നുള്ളൂ. അപ്പം ഞാനിത് റീപ്ലേസ് ചെയ്തതിന് ശേഷം വെച്ചതാണ് ഈ സാധനം. ഇത് ഏകദേശം ഒരു വർഷം 8 മാസമേ ആയുള്ളൂ. 8 മാസമല്ല, 8 മാസം ആയപ്പം തന്നെ. ഇത് വൈഫിൻ്റെ ബാറ്ററിയാണ്. വൈഫ് ഇതിനെ കംപ്ലയിൻറ്റ് പറഞ്ഞു, അതായത് ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നില്ലെന്ന്. ഇത് കാണാമല്ലോ, ഇത് കംപ്ലീറ്റ് ബൾജ് ചെയ്ത് നിൽക്കുക. ഒരു സെല്ല്, 2 സെല്ലുണ്ട്, 3 സെല്ലുണ്ട്. ഈ 2 സെല്ല് വർക്കിംഗ് ആണ്, ഈ സെല്ല് മൊത്തം ബൾജ് ചെയ്ത് നിൽക്കുക. കണ്ട, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ബൾജ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ബൾജ് ചെയ്ത് വരുമ്പം ഇത് മൗസ് പാഡും അതൊക്കെ കൂടെ അങ്ങ് വെളിയിലോട്ട് തള്ളും. അപ്പം ഇത് ഏകദേശം 8 മാസം ആയപ്പം തന്നെ അവൾ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് ശരിയാക്കി തരാം. അപ്പം അവൾ പറഞ്ഞു ഈ ലാപ്പിൽ ഞാൻ എന്നെ എടുത്ത് കിണറ്റിലിടുമെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ടെക്നിക്കലി ഹൈ ആണ്, പക്ഷേ എന്നാലും അവൾക്കൊരു അവൾ പറയണത് അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു അവസാനം അത് നമ്മുടെ ഈഗോ ഹർട്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവസാനം ഒരു ഇതിലെത്തി, ഒരു കൺക്ലൂഷനിലെത്തി. എന്താണെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അപ്പം ഞാനിത് വെല്ലുവിളി ഏറ്റെടുത്തു. അപ്പം ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ഉദ്ദേശിച്ച് ഇതിനകത്ത് പോകാത്ത വല്ല ബാറ്ററി ഉണ്ടെങ്കിൽ, ബൾജാവാത്ത ബാറ്ററി ഉണ്ട്. കാരണം ഇതിനകത്ത് 2 ബാറ്ററി നല്ല കൊള്ളാം, ഇത് മാത്രം ഒരു സെല്ല് മാത്രമേ ബൾജായിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. പക്ഷേ ഇതിനകത്താണെങ്കിൽ 3 സെല്ലും ബൾജായത്. കാരണം ഇത് രണ്ടും ഓൾമോസ്റ്റ് ബൾജഡ് ആണ്, ഇത് ചെറുതായിട്ട് ബൾജഡ് ആണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ 18650 ബാറ്ററി ഉണ്ടല്ലോ, എന്താ ഈ ടൈപ്പിലുള്ള ബാറ്ററി വെളിയിൽ എങ്ങാനും ഫിറ്റ് ചെയ്യാന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ബാറ്ററി ലാപ്പിൻ്റെ വെളിയിൽ കണക്ട് ചെയ്തിട്ട്, ബാറ്ററി വെളിയിൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന്. അപ്പം ഇതാണ് അതിൻ്റെ BMS. ഇവിടെ ഒരു BMS വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പിൻസും ഇവിടെ വരുന്നുണ്ട്. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം, ഇതിനകത്ത് എന്തിനാണെന്ന്, എങ്ങനെയാണ് കണ്ടീഷൻ. കാരണം എനിക്കിതിൻ്റെ കണക്ഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. പ്ലസ് മൈനസ് ഉണ്ട്, പിന്നെ എന്തോ സ്വിച്ച് പോലത്തെ എന്തോ ഉണ്ട്, പിന്നെ തെർമിസ്റ്റർ ടെമ്പറേച്ചർ, അതായത് ബാറ്ററി ടെമ്പറേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എന്തൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ BMS ഇതുപോലെ തന്നെ യൂസ് ചെയ്യും. എന്നിട്ട് ബാറ്ററിയുടെ വയേഴ്സ് മാത്രം വെളിയിലോട്ടങ്ങ് എടുക്കും. 18650 ബാറ്ററി വെളിയിൽ വെക്കാൻ അവൾ സമ്മതിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പുതിയ ബാറ്ററി വാങ്ങിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കും. ഏതായാലും നമുക്കിതിനെ ഒന്ന് പൊളിച്ച് നോക്കാം, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാമല്ലോ. പൊളിക്കാനൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ BMS നമുക്ക് ഇനി എടുക്കാം, നല്ല ആംബിയർ ഉള്ളതാണ്. പിന്നെ തെർമിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ എടുക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 11.4 വോൾട്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ 11.4 വോൾട്ട് വന്നത്, കാരണം ലിഥിയം ബാറ്ററിയാണ്. ലിഥിയം ബാറ്ററികൾക്ക് 3.7 വോൾട്ടേ വരുള്ളൂ. ഈ 3.8 വോൾട്ട് എങ്ങനെയാണ് വന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം കാണുമായിരിക്കും, പക്ഷേ എന്നാലും ലിഥിയം ബാറ്ററികൾക്ക് കോമൺ ആയിട്ട് വരുന്ന 3.7 വോൾട്ടാണ്. 3.8 ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒറിജിനൽ ബാറ്ററിയിൽ എഴുതിയിരിക്കണമെന്ന് വെച്ചാൽ 11.55 വോൾട്ട് എന്നാണ്. കാണാമല്ലോ അല്ലേ? അത് എങ്ങനെയാണെന്ന് അത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. പോട്ടെ, ചിലപ്പോൾ നമുക്ക് അറിവില്ലാത്തതായിരിക്കാം. അപ്പം ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് പൊളിക്കണേ, ഇത് എന്താണ് ഇതിൻ്റെ അകത്തിരിക്കണതെന്ന്. അപ്പോൾ ഇതൊരു ജസ്റ്റ് പേപ്പർ പോലത്തെ ഒരു സാധനമാണ് വെച്ചേക്കണത്. അയ്യോ, കൈ കയറക്കൊണ്ട് മുറിഞ്ഞ് കേട്ടാ. മുറിഞ്ഞ്. പോട്ടെ, കെയർഫുള്ളായിരിക്കണം. ഞാൻ വളരെ വൃത്തിയായിട്ടൊന്നുമല്ല പൊളിക്കണം, കാരണം ഇത് മൊത്തം പൊളിഞ്ഞിരിക്കുക. അപ്പം ചുമ്മാ ഒരു സ്റ്റിക്കർ വെച്ച് അവർ ഒട്ടിച്ചിരിക്കണമെന്നേ ഉള്ളൂ. സാധാ ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ്. നല്ല ഗം കേട്ടോ, ഒരു രക്ഷയില്ല, വലിച്ചിട്ട് വരണില്ല. അല്ല, ഈ 2 സെല്ലാണ്. ഈ സെല്ല് നല്ലതാണ്, വർക്കിംഗ് ആണ്. 3.7 വോൾട്ട് എന്ന് തന്നെ എഴുതിയിരിക്കണം. അവർക്ക് ഈ 3.8 വോൾട്ട് എവിടെ നിന്ന് വന്നെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാനിത് ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, 3000 മില്ലി ആഴ്ച എന്നാണ് എഴുതിയിരിക്കുന്നത്. 3.7 വോൾട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. 3.7 വോൾട്ട് എന്ന് എങ്ങനെയാണ് ഈ ഇതിനകത്ത് സ്റ്റിക്കറിൽ എഴുതിയിരിക്കണമെന്ന് കാണാം. 11.4 വോൾട്ട് കിട്ടണമെന്ന ടെക്നിക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
11.4 വോൾട്ട് കിട്ടണമെങ്കിൽ 3.8 വോൾട്ട് ആയിരുന്നാലേ പറ്റുള്ളൂ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 3.7 വോൾട്ട്. ഇതാ 3000 മില്ലി എച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ രണ്ട് സെല്ലിലും എഴുതിയിട്ടുണ്ട് 3000 മില്ലി എച്ച് എന്ന്. എങ്ങനെയാണ് 3420 മില്ലി എച്ച് കിട്ടണം എന്നുള്ള ടെക്നിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാ കാണാം നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് സ്റ്റിക്കറിൽ. അതായത് 3000 മില്ലി എച്ച് 3.7 വോൾട്ട്. അപ്പം ഇത് നോക്കേണ്ടത് 3 ആംപിയർ 3.7 വോൾട്ട്. അതാണ് കറക്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതാണ് ബൾജ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ബൾജ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഭയങ്കര നന്നായിട്ട് ബൾജ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ബാറ്ററി കംപ്ലീറ്റ് അങ്ങ് മാറ്റാം. എന്നിട്ട് ബാറ്ററിയിൽ പ്ലസ് മൈനസ് മാത്രമേ ഉള്ളൂ. അപ്പം പ്ലസ് മൈനസും വരുന്നിടത്ത് ഞാൻ 2 ബാറ്ററി, അതായത് ഇതേപോലത്തെ 2 ബാറ്ററി, ഇതിപ്പം 2600 മില്ലി എച്ചാണേ. അപ്പോൾ ഇതേപോലത്തെ 2, 4, 6 ബാറ്ററി വേണം. കാരണം 2006 മതിയാവും. പക്ഷേ 3000 എന്ന് പറയുമ്പോൾ നമ്മൾ 2 ബാറ്ററിയെങ്കിലും പാരലായിട്ട് വയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ബാറ്ററി ഹോൾഡറിലായിരിക്കും ഫിറ്റ് ചെയ്യണത്. അതാകുമ്പോൾ എളുപ്പമാണ്. ബാറ്ററി സോൾഡറൊന്നും ചെയ്യേണ്ട. അതിനകത്ത് വെച്ചിട്ട് സെലോ ടേപ്പോ അങ്ങനത്തെ വല്ലതും വെച്ച് അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചുവാണെങ്കിലും നമുക്ക് ആ ബാറ്ററി ഹോൾഡർ ലാപ്പിൻ്റെ ബാക്കിൽ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ വെക്കാം. കാരണം ഇത് വൈഫ് ഇത് കൊണ്ടുപോകാറില്ല കേട്ടോ ലാപ്പ്. ടേബിളിൻ്റെ പുറത്ത് വെച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കൊണ്ടുപോകാൻ കാപ്പബിളായിട്ട് വെച്ച് വർക്ക് ചെയ്യാനും കാപ്പബിളായിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്കിത് അസംബിൾ ചെയ്യാം. തൽക്കാലം നമുക്കിതിനെ പൊളിച്ച് ഈ ബാറ്ററി അങ്ങ് പുറത്തെടുക്കാനുള്ള ടെക്നിക്ക് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഞാൻ പൊളിക്കാം. നമുക്ക് സ്റ്റിക്കറൊന്നും വേണ്ട, സ്റ്റിക്കറിലൊന്നും കാര്യമില്ല. അതായത് ചുമ്മാ ഫിറ്റ് ചെയ്യണേ. കാരണം 3000 മില്ലി എച്ച് ബാറ്ററിക്ക് വിലയുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഈ 2600 മില്ലി എച്ചിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ 18650 ബാറ്ററിക്ക് തന്നെ നല്ല വിലയുണ്ട്. കാരണം ക്വാളിറ്റി ഉള്ളതിനാണ് വില ഉള്ളത്. ഒരു 170 രൂപയോളം വിലയുണ്ട്. ഒറിജിനൽ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി. അപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്നത് അത് ഒറിജിനലാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ 18650യുടെ ബാറ്ററി, അത് ഒറിജിനലാണ്, നല്ല പ്യുവർ ഒറിജിനലാണ്. ഞാൻ ഈ 18650 ബാറ്ററി ഈ BMSൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ട് ലാപ്പിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എൻ്റെ വെറും ആഗ്രഹങ്ങളാണ് എന്നുള്ളതാണ് സത്യം. കാരണം അവൾ അതിനൊന്നും സമ്മതിക്കാൻ പോകണില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ലാപ്പിൻ്റെ ബാക്കിൽ ഒരു 6 ബാറ്ററി ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിരുന്നാൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് അത് ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം എൻ്റെ ലാപ്പായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് അത് ഫിക്സ് ചെയ്യാമായിരുന്നു, കുഴപ്പമില്ല. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്താൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഭംഗിയൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് പൊളിച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ട് പുതിയൊരു ബാറ്ററി വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇതാണ് തൂങ്ങിക്കിടക്കണണ്ട ബാറ്ററി, കാണാമല്ലോ അല്ലേ? ചുമ്മാ ഒരു ഇതിനകത്തെടുത്ത് ഫിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഇതിൽ നിന്ന് എങ്ങനെയാണ്, ഇത് സീൽഡാണ്. എന്തോ ഒരു റിവൈറ്റ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? കാണാമോ എന്ന് അറിഞ്ഞൂടാ. ഇതാ ഇവിടെ ഒരു റിവൈറ്റും വരുന്നുണ്ട്, 3 റിവൈറ്റ്. അപ്പം ഇതെങ്ങനെ പുറത്തെടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് BMS ആണ് ഇരിക്കുന്നത്. ഒരു ബോർഡ് കാണാം. ഇതാ ഈ ബോർഡ് ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ചുമ്മാ ജസ്റ്റ് സോൾഡർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. നമുക്കിത് ഇളക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതൊരു ജസ്റ്റ് ലോക്കല്ല, ഒരു മോൾഡ് പോലെ ആയിരുന്നത് കേട്ടോ. ഒരു മോൾഡിംഗ് ആണ്, ഒറ്റ സ്ട്രെച്ചിലുള്ളത്. അതല്ലാതെ ലോക്ക്, ഒരു ചെറിയ ലോക്കും ഉണ്ട്, മോൾഡിങ്ങുമാണ്, മോൾഡിങ് ടൈപ്പുമാണ്. ഇവിടെ ഒരു ലോക്കൊക്കെ ഉണ്ട് തുമ്പറ്റത്, അതെല്ലാം പൊട്ടിപ്പോയി. ഞാൻ ഏതായാലും ഇത് ഞാൻ പൊട്ടിച്ചെടുത്തു. എന്നിട്ട് നമുക്കത് തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് 2ആയിട്ട് പൊട്ടിപ്പോയി, എന്നാലും സാരമില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒട്ടിച്ച് വല്ലതും വയ്ക്കാം, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ട ബാറ്ററിയുടെ ടെമ്പറേച്ചർ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യണ ഒരു സാധനങ്ങളും ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടില്ല. ബാറ്ററിയുടെ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണ ഒരു സിംഗിൾ കണക്ഷൻ പോലും ഇതിനകത്തോട്ട് പോയിട്ടില്ല. നിങ്ങൾക്ക് കാണാം, കണ്ട ബാറ്ററിയുടെ ടെർമിനൽസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് 0 വോൾട്ട്. ഞാൻ എത്തിക്കൂടെ സൂം ചെയ്ത് കാണിച്ചു കാണാമല്ലോ. ഇത് 0 വോൾട്ട് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് 4 വോൾട്ട്. ഇത് രണ്ടും ഷോർട്ടാണ്, സീരിയലല്ലേ ഇത്. പിന്നെ ഇത് 8 വോൾട്ട് ആൻഡ് ദിസ് വൺ 12 വോൾട്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു കണക്ഷൻ വേണം, ഇവിടെ നിന്നൊരു കണക്ഷൻ വേണം, ഇവിടെ നിന്നൊരു കണക്ഷൻ വേണം, ഇവിടെ നിന്നൊരു കണക്ഷൻ വേണം. ഈ 4 കണക്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് 2 ഷോർട്ടാണ്, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം ഇത് BMS ആണല്ലോ, കണ്ടോ? ഇത് 2 ഷോർട്ടാണ്, ഇത് 2 ഷോർട്ടാണ്. ഇതിൻ്റെ വോൾട്ടേജ് എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം. കാണാമല്ലോ അല്ലേ? വോൾട്ടേജ് ഈ സെല്ല് നല്ലതാണ്, 4.02 വോൾട്ടേജ് ഉണ്ട്. പിന്നെ ഈ 2 സെല്ലും നല്ലതാണ്, 4.02. പക്ഷേ ഈ സെല്ല് പോക്കാം. ഇത് ബൾജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും വോൾട്ടേജ് 2.35, ഇത് പോക്കാം. അപ്പോൾ നമുക്ക് നന്നാക്കാനാണെങ്കിൽ
ഈ ഒരു സെല്ല് മാത്രം യൂസ് ചെയ്താൽ മതി. മാത്രമല്ല 3000 mAh സെല്ലൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം അവിടെ ഒരു മിസ്മാച്ച് വരും. ഞാനിപ്പോൾ 2600 mAh ബാറ്ററി സെല്ലാണ് ഇവിടെ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മിസ്മാച്ച് വരും. ഈ സെല്ല് ഇവിടെ വയ്ക്കാൻ പറ്റില്ല. അതിന് പകരം ഇതിനെ വെളിയിൽ വല്ല വയ്ക്കാനാണ് നമ്മുടെ പ്ലാനെങ്കിലും അവിടെ ഒരു മിസ്മാച്ച് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് വഴി ഒരിക്കലും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആംപിയറുള്ള ബാറ്ററീസ് തമ്മിൽ മൂന്നും കൂടെ കണക്ട് ചെയ്യരുത്. ഒരേ പോലത്തത് തന്നെ കണക്ട് ചെയ്യണം. 2600 ആണെങ്കിൽ 2600, 2000 ആണെങ്കിൽ 2000. അപ്പോൾ അങ്ങനത്തത് വേണം ഇവിടെ കണക്ട് ചെയ്യാൻ. എൻ്റെ 2000 ഇരിപ്പുണ്ട്. 2600 6 ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാനത് തപ്പി നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാം. ഞാൻ ബാറ്ററി എല്ലാം വലിച്ചൂരി എടുത്തിട്ടുണ്ട്. ഇത് സോൾഡറിങ് അല്ല കേട്ടോ അവർ ചെയ്തത്, അവർ സ്പോട്ട് വെൽഡിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് അതിനകത്തുനിന്ന് ഊരിഞ്ഞ് എടുത്തിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്താണെന്ന്. പക്ഷേ സാധാരണ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ടെമ്പറേച്ചർ തെർമിസ്റ്റർ ഇവിടെ വരും. ഓരോ സെല്ലിൻ്റെ മുകളിൽ ഓരോ തെർമിസ്റ്റർ വരും. അതിൻ്റെ കാരണം ഏതെങ്കിലും ഒരു സെല്ല് ചൂടാവുകയാണെങ്കിൽ ബാറ്ററിയിലോട്ടുള്ള ചാർജിങ് സ്റ്റോപ്പ് ചെയ്യും. അതാണ് നോർമലി ചെയ്യുന്നത്. അതങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ബൾജായത്. ഇതും ബൾജാവേണ്ടതാണ്. കാരണം ഇതിനെന്തോ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു സെല്ലിന്. പക്ഷേ ഇത്രയും ബൾജാവാനുള്ള കാരണം എന്താണ്? പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററിയിൽ മിക്കവാറും കണക്ഷൻ ഉണ്ടാവും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ആവാനേ സാധ്യതയുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഇത്രയും ബൾജായത്. കാരണം ലിഥിയം അയോണിന് അങ്ങനെ ഒരു പ്രത്യേകം ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതാകും. അപ്പോൾ നോർമലി ചെയ്യുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ ഏതിലെങ്കിലും ചാർജ് ചെയ്യുന്ന സമയത്ത് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ടുള്ള അതിനകത്തുള്ള ഇതങ്ങ് കട്ട് ചെയ്യും, ചാർജിങ് കട്ട് ചെയ്യും. എന്നിട്ട് അത് ചൂട് കുറഞ്ഞതിന് ശേഷം പിന്നെയും അവർ ചാർജ് ചെയ്യണം. ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും. ഞാനൊരു സൂചിയിട്ട് കുത്തിയാൽ ഇതിനകത്ത് എന്തോ ഒരു ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ്. ഒരു സൂചിയിട്ട് കുത്തിയാൽ ഗ്യാസ് അങ്ങ് വെളിയിൽ പോകും. പിന്നെ ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷേ എനിക്കൊരു ധൈര്യമില്ല. ലാപ്ടോപ്പിനകത്തിരിക്കുന്ന സാധനമില്ല. അത് നന്നായിട്ട് പ്രശ്നം പൊട്ടയെല്ലാം ചെയ്യണമെങ്കിൽ എന്താണെന്ന് അറിഞ്ഞൂടാ. ഏതായാലും ഞാനിത് സാധാരണ ബാറ്ററി വിത്ത് ബാറ്ററി ഹോൾഡർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഈ മൂന്നെണ്ണവും നെഗറ്റീവും കോമൺ ആയിട്ട് കൊടുത്ത് പോസിറ്റീവും കോമൺ ആയിട്ട് ഒരു ഇതാണ്. അപ്പം ഇതിനകത്ത് 2000 mAh അല്ലെങ്കിൽ 2600 mAh രണ്ടെണ്ണം വരും. 2000 mAh ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം പാരലായിട്ട് കൊടുക്കുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും, 3.7 തന്നെ ആയിരിക്കും. പക്ഷേ കറണ്ട് ഡബിൾ ആവും. അതായത് 2000 ആണെങ്കിൽ 4000 mAh കറണ്ട് നമുക്കിതിനകത്ത് കിട്ടും. 2600 ആണെങ്കിൽ 5200 mAh കറണ്ട് കിട്ടും ഒരു ബാറ്ററിയിൽ നിന്ന്. അങ്ങനത്തെ മൂന്നെണ്ണം ഞാൻ സീരിയലായിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് എടുത്ത് ഇതിൻ്റെ നെഗറ്റീവ് കൊടുക്കും. ഇതുപോലെ ഇതിൻ്റെ പോസിറ്റീവ് എടുത്ത് ഇതിൻ്റെ നെഗറ്റീവ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ സീരിയലായിട്ട് കണക്ട് ചെയ്യുമ്പം ഞാനിപ്പം 2000 mAh രണ്ടെണ്ണം പാരലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് സീരിയലായിട്ട് കണക്ട് ചെയ്യുമ്പം അറിയാമല്ലോ വോൾട്ടേജ് ആഡ് ചെയ്ത് പോകും. അതായത് 3.7 പ്ലസ് 3.7 പ്ലസ് 3.7, അതായത് 11.1 വോൾട്ടേജ് ഓൾ ടുഗദർ കാണും. ഇത് 3.7 സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. 3.7 വോൾട്ടുള്ള ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ 4.2 വോൾട്ടേജ് വരെ പോകും. അപ്പം 4.2 എന്ന് പറയുമ്പോൾ 12.8 വോൾട്ടേജ് വരെ കാണും. 12.6 വോൾട്ടേജ് വരെ കാണും. അതായത് 4.2 വോൾട്ടേജ് മൂന്നെണ്ണം സീരിയലായിട്ട് കൊടുക്കുമ്പോൾ 12.6 വോൾട്ടേജ് വരെ മാക്സിമം ചാർജ് വോൾട്ടേജ് പോകും. പക്ഷേ 11.1 ആണ് സ്റ്റാൻഡേർഡ് വൺ. പിന്നെ കറണ്ട് എന്ന് പറയുമ്പം ഇതിപ്പം രണ്ട് ബാറ്ററീസ് പാരലായിട്ട് കണക്ട് ചെയ്തപ്പം 4 ആംപിയർ, 2 ആംപിയർ ഉള്ള ബാറ്ററി ആണെങ്കിൽ 4 ആംപിയർ, ഇത് 4 ആംപിയർ. അപ്പം മൂന്നെണ്ണം സീരിയലായിട്ട് കൊടുക്കുമ്പോൾ 4 ആംപിയർ ആയിരിക്കും ഓൾ ടുഗദർ വരണം. ബാറ്ററി വോൾട്ടേജ് ഇത് ആഡ് ചെയ്ത് പോകും. ഇനി ഞാൻ പാരലായിട്ടാണ് കൊടുത്തിരുന്നെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. 4, 8, 12 ആംപിയർ ആവും. ഇങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമുക്ക് സീരിയലായിട്ടാണ് കൊടുക്കേണ്ടത്. കാരണം വെച്ചാൽ അതിനകത്ത് സീരിയൽ ആയിട്ടുള്ള കണക്ടിവിറ്റിയാണ് വരുന്നത്. അതായത് 11.1 വോൾട്ടിലാണ് നമ്മുടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? ഇത് BMS ആണ്. BMS എന്ന് വെച്ചാൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നത് ലിഥിയം അയോൺ ബാറ്ററികൾക്കും ലിഥിയം പോളിമർ ബാറ്ററികൾക്കും ലിഥോ ഫെറോ ബാറ്ററികൾക്കുമാണ്. ഈ നോർമലി ലിഥിയം ബാറ്ററികൾക്ക് എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, ലിഥിയം ബാറ്ററികൾക്കെല്ലാമാണ് ഈ BMS യൂസ് ചെയ്യുന്നത്. BMS എന്ന് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം. കാരണം ബാലൻസ്ഡ് ചാർജർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നോർമലി ബാലൻസ്ഡ് ചാർജർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു 3 ബാറ്ററി സീരിയലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3.7 വോൾട്ടേജ് ആണെങ്കിൽ 11.1 വോൾട്ടേജിൻ്റെ ബാറ്ററി നമ്മൾ സീരിയലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണ്. ഞാനിപ്പം 3 ലിഥിയം അയോൺ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സീരിയലായിട്ട് കണക്ട് ചെയ്യണത്. ഇത് ഉരുണ്ട് പോകുന്ന ബാറ്ററി, അത് ഉരുളാതിരിക്കാൻ വേണ്ടിയാണ് പ്ലെയർ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ 3 ബാറ്ററി സീരിയലായിട്ട് കണക്ട് ചെയ്തു.
ഇതിപ്പോൾ സീരിയലായിട്ട് കണക്ട് ചെയ്തേക്കണം. അപ്പം ഓൾ ടുഗദർ ഇതിൻ്റെ ഇപ്പുറത്ത് 11.1 വോൾട്ടാണ്. പക്ഷേ നമുക്ക് ഒരിക്കലും ഇത് 11.1 വോൾട്ട് ഇവിടെ കൊടുത്ത് ചാർജ് ചെയ്യാൻ പറ്റില്ല. അത് ബാറ്ററിയുടെ ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കും. അത് ലിഥിയം അയോൺ ബാറ്ററികൾക്കുടെ പ്രത്യേകത വെച്ചാൽ ഓവർ ചാർജിങ്ങും ഓവർ ഡിസ്ചാർജിങ് കറക്റ്റ് ചാർജിങ് ഒന്നും എന്ത് ചെയ്താലും അത് അടിച്ചു പോകും. അതാണ് ഇതിൻ്റെ വില. അങ്ങനെ വന്ന ഒരു ഫോൾട്ടാണ് ഈ ബൾജിങ് ഒക്കെ ഈ ചാർജറിൽ വരുന്ന കംപ്ലൈൻറ്റും പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന കൊമ്പോണൻറ്റിൻ്റെയൊക്കെ ഡിഫറൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. കൂടുതലും ചാർജിങ് കംപ്ലൈൻറ്റ് തന്നെയാണ് ഈ ബൾജിങ്ങും ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതായത് ചാർജ് ഫുള്ളാവും പക്ഷേ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അതൊക്കെ അതിൻ്റെ കംപ്ലൈൻറ്റ് ചാർജിങ്ങിൻ്റെ കാണും. അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ചാർജർ വേണം യൂസ് ചെയ്യുന്നത്. ബാലൻസ്ഡ് ചാർജർ എന്ന് വെച്ചാൽ നമ്മളിപ്പം 11.1 വോൾട്ട് ഇവിടെ നിന്ന് എടുക്കും. പക്ഷേ ഓരോ സെല്ല് ഡിഫറൻ്റ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യണം. ഈ ഒരു 3.7 വോൾട്ടേജിൻ്റെ സെല്ല് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യും. ഈ 3.7 വോൾട്ടേജിൻ്റെ സെല്ല് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യും. ഈ 3.7 വോൾട്ടേജിൻ്റെ സെല്ല് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യും. ഞാനൊരു BMSൻ്റെയും ബാലൻസ്ഡ് ചാർജിൻ്റെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടിട്ട് ചാർജ് ചെയ്യും. മാത്രമല്ല ഇത് ഓവർ ഡിസ്ചാർജിങ്ങും ഓവർ ചാർജിങ്ങും ചെയ്യാൻ പാടില്ല. അത് ചെയ്താലും ഇവൻ അടിച്ചു പോകും. അതുകൊണ്ട് ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ BMS എന്ന് വെച്ചാൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം പല ടൈപ്പുകളിൽ ഉണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ എവിടെയെങ്കിലും ബാറ്ററി ഉണ്ടാകുന്ന കൂടി ചെറുതല്ല ഏതെങ്കിലും. ഇത് ചെറിയ ടൈപ്പ് സെല്ലാണ്. ഈ ചെറിയ ടൈപ്പ് സെല്ല് ഒരു സിംഗിൾ സെല്ലാണ്. കണ്ട, ഇതൊരു 3.7 വോൾട്ടേജ് 270 mAh ഒരു ബാറ്ററിയാണ്. ഇതിൻ്റെ തുമ്പറ്റത്ത് ഇരിക്കണം. കണ്ട, ഇതാ ഒരു 2 ചിപ്പൊക്കെ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ BMS. ഇതെന്തിനാണ് BMS യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓവറായിട്ട് ചാർജ് ചെയ്യണതും ഡീപ്പായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഡീപ്പ് ഡിസ്ചാർജ് ചെയ്താൽ ഗ്രാജുവലായിട്ട് നമ്മൾ 270 mAh അല്ലെങ്കിൽ 100 mAh ഇതിന് വലിച്ചുകൊണ്ടിരിക്കും. ബാറ്ററി ഒരു പർട്ടിക്കുലർ ലെവലിന് താഴെ ചാർജ് പോയാൽ അപ്പം തന്നെ ഇവനങ്ങ് ഡിസ്കണക്ട് ചെയ്യും. ആ ഒരു പ്രൊട്ടക്ഷനും കൂടെ ഉള്ളതാണ് ഇത്. മാത്രമല്ല ഞാനിപ്പോൾ 270 mAh ആണ് ഇതിൻ്റെ കറണ്ട്, മാക്സിമം കറണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 300 mAh പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇവനങ്ങ് കട്ട് ചെയ്ത് കളയും. ഏതിനെ? ബാറ്ററി ആയിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനും കൂടെ, അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ അല്ല. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇതിൽ നിന്ന് അതിനെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ്. ഇത് തമ്മിൽ ഷോർട്ട് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. എഡ്ജ് തമ്മിൽ ഷോർട്ട് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് ഷോർട്ട് സർക്യൂട്ട്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അല്ല ഇത് ചെയ്യുന്നത്. ഈ സ്പെസിഫൈ ചെയ്തേക്കുന്ന മില്ലി ആംപിയറിനേക്കാൾ കൂടുതൽ കറണ്ട് ഇതിൽ നിന്ന് ഫോളോ, അതായത് BMSന് ഒരു പർട്ടിക്കുലർ കറണ്ട് റേറ്റിംഗ് ഉണ്ട്. ഞാനിപ്പോൾ 100 mAh എന്നാണ് പറയുന്നതെങ്കിൽ 100 mAhൻ്റെ BMS ആണെങ്കിൽ 100 mAhന് കൂടുതൽ കറണ്ട്, അതായത് 110 mAh പോലെ അതിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ബാറ്ററിയും ഔട്ട്പുട്ടും തമ്മിലുള്ള കണക്ഷൻ എവനും കട്ട് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനത്തെ ഇതാണിത്. അത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ അല്ല. ജനറലായിട്ട് വേണമെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ നമുക്ക് പറയാം. പക്ഷേ ഇത് അതായത് ഒരു 10 ആംപിയറിൻ്റെ ബാറ്ററിയിൽ നമുക്ക് വേണമെങ്കിൽ 1 ആംപിയറിൻ്റെ ഒരു BMS കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ 1 ആംപിയർ കൂടുതൽ നമ്മൾ അതിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ BMS ഉടൻ തന്നെ അതിനെ കട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷനാണ് ഈ ലിഥിയം ബാറ്ററികൾക്ക് BMS പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി 4 വയർ മതി. കാരണം എന്ന് വെച്ചാൽ 4 വയർ മതി കേട്ടോ കണക്ട് ചെയ്യാൻ. എന്തെന്ന് പറഞ്ഞാൽ ഈ പ്ലസ് മൈനസിലും ഒരു വയർ, ഈ ഷോർട്ട് സർക്യൂട്ട് ഇതില്ലേ ഈ സീരിയൽ കണക്ഷൻ ഇവിടെയും ഓരോ വയർ 1 2 ആ 4 വയർ. കാരണം ഇത് രണ്ടും കണക്റ്റഡ് ആണ്, ഇത് രണ്ടും ഷോർട്ടാണ്. അതായത് ഈ പോയിന്റ് ഷോർട്ടാണ്, ഈ പോയിന്റ് ഷോർട്ട്. അപ്പം ഈ വയറും ഇവിടെയും കൊടുത്ത് ഈ വയറും ഇതിൽ നിന്ന് ഓരോ വയറെടുത്ത് ഇങ്ങനെ കൊടുത്താൽ മതിയാവും. പക്ഷേ ഞാൻ BMSനെ കുറിച്ചൊരു വീഡിയോ ഇടാത്തത് കാരണം ന്യൂബീസ് ആയിട്ടുള്ള പലർക്കും ഇതിനെപ്പറ്റി ഡൗട്ട് കാണും. എന്തിനാണ്? കാരണം ഓൾറെഡി അവർ ഇതേപോലത്തെ ബാറ്ററി ആണല്ലോ ഇങ്ങനെ കണക്ട് ചെയ്തിരുന്നത്. അപ്പം ഞാൻ എന്താണ് ഒരു വയർ മാത്രം കൊടുക്കുന്നതെന്നുള്ള ഡൗട്ടൊക്കെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 6 വയർ തന്നെ എടുത്തിട്ടുണ്ട്. ഓരോ ബാറ്ററി സെല്ലിലും, അതായത് ഈ സെല്ലല്ല, ഇതിൽ നിന്നും പ്ലസ് മൈനസ് ഇട്ട് തന്നെ എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ആ ഡൗട്ട് അങ്ങ് മാറി കിട്ടും. നമുക്ക് 2 വയറിൻ്റെ ഒരു ചിലവല്ലേ ഉള്ളൂ. അപ്പം ആർക്കും കൺഫ്യൂഷൻ ആവില്ല. ഇതിൻ്റെ അകത്ത് ആക്ച്വലി 6 വയറല്ലേ കണക്ട് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ഞാൻ 4 വയർ കണക്ട് ചെയ്തു എന്നുള്ള ഒരു ഡൗട്ടൊന്നും കാണില്ല. കറക്റ്റായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, ഞാനിത് സോൾഡർ ചെയ്തിട്ട് വരാമേ. ഈ 2 എഡ്ജിലും സോൾഡർ ചെയ്തിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യണത് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ച് സോൾഡർ ചെയ്യാം. അതായത് BMS കണക്ട് ചെയ്യണത് നിങ്ങളെ മുന്നിൽ വെച്ച് സോൾഡർ ചെയ്യാം. അല്ലാതെ ഈ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണത് ഞാൻ സോൾഡർ ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ വയറൊക്കെ സോൾഡർ ചെയ്തു. പോസിറ്റീവ് എല്ലാം ബ്രൗൺ ആയിട്ടുള്ള കണക്ഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. നെഗറ്റീവ് എല്ലാം ബ്ലാക്ക് ആയിട്ടുള്ള കണക്ഷന്. അപ്പം ഞാനിത് ഇതിനകത്തോട്ട് സോൾഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് സോൾഡർ ചെയ്യണമെന്ന്.
എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ മെറ്റൽ പീസ് എടുത്ത് എൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സോൾഡർ ചെയ്യുന്നത്. ഇവർ ഇത് സ്പോട്ട് വെൽഡിംഗ് ആണ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ലെഫ്റ്റ് മുതലാണ് തുടങ്ങുന്നത്. ഈ ലെഫ്റ്റ് മുതൽ തുടങ്ങേണ്ട കാര്യം എന്താണ് വരണമെന്ന് അറിയാമോ? ഇവിടെയാണ് സീറോ വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെയാണ് വരുന്നത്. അതായത് നെഗറ്റീവ് 11.5 വോൾട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ കണ്ട 4 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ 4 വോൾട്ട്. അപ്പം 4 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് ഇവിടെയും കൊടുക്കും, ബ്ലാക്ക് ഇവിടെയും കൊടുക്കും. ഇതിൻ്റെ ഈ ഒരു സെല്ലിൻ്റെ ബ്രൗൺ ഇവിടെയും കൊടുക്കും. ഇങ്ങനെ സോൾഡർ ചെയ്യും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സോൾഡർ ചെയ്യണമെന്ന്. കണ്ടല്ലോ, ഈ ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് ഇവിടെയും കൊടുക്കട്ടെ. ഞാൻ കണ്ട ഇവിടെ 0 എന്ന് എഴുതിയിരിക്കണം. കണ്ടോ, ഇത് ബാറ്ററിയിലെ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ഇവിടെയും കണക്ട് ചെയ്ത് പോസിറ്റീവ് ഇവിടെയും കണക്ട്. അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യും, പോസിറ്റീവ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യും. ഇത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ്. അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യും, പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യും. 8 വോൾട്ട് എന്ന് എഴുതിയിരിക്കണം. കണ്ടോ, അടുത്ത മൂന്നാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യും, പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യും. സോറി, സ്ക്രീനിൽ നിന്ന് വിട്ടുപോയി. ഇവിടെ കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോണത്. ഞാൻ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണിച്ചു തരാമേ. ഒന്ന് കണക്ട് ചെയ്ത് കേട്ടോ. അതായത് ഫസ്റ്റ് സെല്ലിൻ്റെ ഇവിടെ ട്യൂസറുടെ ഓക്കെ, ഇത് ഫസ്റ്റ് സെല്ലിൻ്റെ 0 വോൾട്ടേജ്, അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്. ഇത് രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്, മൂന്നാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്. അങ്ങനെയാണ് കണക്ട് ചെയ്തേക്കണത്. അപ്പോൾ ഇവിടെ രണ്ടും +12 ആയിരിക്കും വരുന്നത്. ഓരോ സെല്ലെന്ന് വെച്ചാൽ 2 സെല്ല് പാരലൽ ചെയ്തെടുത്തതാണ്. ഞാൻ ഓരോ സെല്ലായിട്ടും ഇത് ചെയ്യുന്നത്. ഞാനിത് ആക്ച്വലി വയറിന് ഇത്ര നീളമൊന്നും വരേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബാക്കിലാണല്ലോ ഫിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വയറിന് ഇത്ര ലെങ്ത് എടുത്തത്. ഞാൻ ബാറ്ററി എല്ലാം ഫിക്സ് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ ഇതിനെ കണക്ട് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഏതായാലും ഞാൻ ഇത് പെർമനൻ്റ് ആയിട്ട് വെക്കാൻ പോകുന്നില്ല, കാരണം അവൾ സമ്മതിക്കില്ല. ഞാനൊരു പുതിയ ബാറ്ററി വാങ്ങിച്ച് തന്നെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇതൊന്ന് ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം. ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ നല്ലത്. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. എന്നാൽ ഞാൻ എൻ്റെ നോളജ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് പോസിറ്റീവ് ലൈനാണ്, P+ എന്ന് ഇട്ടേക്കണേണ്ട. ഇത് P നെഗറ്റീവ് ലൈനാണേ. ഇതിനകത്ത് ഒരു ഇൻറ്റേർണൽ സ്വിച്ച് ഉണ്ട്, കാരണം അത് ലാപ്ടോപ്പ് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇതാവുള്ളൂ. അത് ഏതാണ് സ്വിച്ചെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ടു ബി ഫ്രാങ്ക് ഞാൻ പറയണേ, എനിക്കറിയില്ല. ലാപ്ടോപ്പ് കണക്ട് ചെയ്യുമ്പോൾ ആ സ്വിച്ച് തമ്മിൽ കണക്ട് ചെയ്ത് അതിന് ശേഷമേ വോൾട്ടേജ്, കാരണം ഇറ്റ്സ് സിമിലർ ടു നമ്മുടെ SMPS പവർ സപ്ലൈ അറിഞ്ഞൂടെ കമ്പ്യൂട്ടറിൻ്റെ. അതിനകത്ത് ഒരു ഗ്രീൻ കളർ സ്വിച്ച് ഉണ്ടല്ലോ, ആ ഗ്രീൻ കളറും ഗ്രൗണ്ടും കൂടെ, ഗ്രീൻ കളർ സ്വിച്ച് അല്ല, ഗ്രീൻ കളർ വയറുണ്ട്. അത് ഗ്രീൻ കളർ വയറും ഗ്രൗണ്ടും കൂടെ ഷോർട്ട് ചെയ്താൽ മാത്രമേ അതിൽ വോൾട്ടേജ് വരുള്ളൂ. ഏത് ബാക്കി സിഗ്നൽ അത് ഓൺ ആവുള്ളൂ. അപ്പോൾ അതുപോലൊരു സ്വിച്ച് ഇതിനകത്തുണ്ട്. അത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കണക്ട് ഞാൻ നെറ്റിൽ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഇതാണ് ലാപ്ടോപ്പ്, HP ലാപ്ടോപ്പിൻ്റെ അകഭാഗമാണ്. കാണാമല്ലോ, ഇവിടെ വരുന്നതാണ് നമ്മുടെ CD ഡ്രൈവ്. അതിൻ്റെ സ്ലോട്ടാണ് ഇത്. നമ്മുടെ ബാറ്ററിയുടെ സ്ലോട്ട് ഇതാണ്. ഇത് ഹാർഡ് ഡിസ്ക്കാണ്. ബാറ്ററി നോർമലി വരുന്നത്, ഞാൻ HP ഒറിജിനൽ ബാറ്ററി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബാറ്ററി വരുന്നത്. ഇതിനകത്തോട്ട് ഇങ്ങനെയാണ് ബാറ്ററി വരുന്നത്, നോർമൽ HP ബാറ്ററി. നമ്മൾ ഇത് മാറ്റിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് ഫിക്സ് ചെയ്ത ബാറ്ററിയുടെ ഇത് വെക്കുന്നത്. കമത്തിയാണ് വെക്കുന്നത്. തെറ്റിപ്പോയി. അപ്പോൾ ഇവിടെ 2 സ്ക്രൂ ഇട്ട് ഞാൻ മുറുക്കാം. തൽക്കാലം നമുക്ക് ഇവിടെ
ജസ്റ്റ് ഈ 2 സ്ക്രൂ മതി, നമുക്കിത് ഇളവാതെ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അതായത് ഇത് ലോക്കായിട്ടിരിക്കണം. കണക്ട് ചെയ്തു, എന്നിട്ട് ഇതിനെ ഓൺ ചെയ്തു. കാരണം നിങ്ങൾക്ക് കാണാം ഇപ്പം ബാറ്ററിയുടെ 6 ബാറ്ററി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. 1 2 2600 6 ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ചാർജറും കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഓൺ ചെയ്തു, ഓൺ ആവുന്നുണ്ട് സംഭവം. പക്ഷേ ഇത് വേണ്ട, ഇനി ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാം ഈ സൈഡിൽ ചാർജർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്തിനെന്ന് അറിയാമോ, നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് കാര്യമില്ല, ഇനി അതിനൊന്ന് കാലിബ്രേറ്റിംഗ് കൂടെ ചെയ്തെടുക്കണം. ബാറ്ററി കാലിബ്രേറ്റ് ചെയ്യുന്നത് ഒരല്പം ടൈം കൺസ്യൂമിങ് ഒന്നാണ്. അതിനുവേണ്ടി HP-യുടെ സപ്പോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് HP-യുടെ ലാപ്ടോപ്പിലെല്ലാം കാണും. അപ്പോൾ അത് എടുക്കണം ഫസ്റ്റ്. HP-യുടെ സപ്പോർട്ട് അസിസ്റ്റൻ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഗസ്റ്റായിട്ട് എന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ഗസ്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പം ഈ ഒരു വിൻഡോയിൽ വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ബാറ്ററി എന്ന് എഴുതിയിരിക്കണം കാണാം. ആ ബാറ്ററിയിൽ സെലക്ട് ചെയ്യണം. ഞാനിത് ഓൾറെഡി ക്ലിക്ക് ചെയ്തേ, അതുകൊണ്ടാണ് അത് ബാറ്ററി കാലിബ്രേഷൻ നീഡഡ് എന്ന് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ ആ ബാറ്ററി ഒരു ഡിസേബിൾഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം അതൊന്നും എനേബിൾ ആവും. ഇനി അടുത്തത് എനേബിൾ ആയിട്ട് റൺ ബാറ്ററി ചെക്കപ്പ് കൊടുക്കുക. ചെക്കപ്പ് നടക്കുമ്പം ഒരു ബാറ്ററിയുടെ ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് ഇവൻ തന്നെ ഇതിൻ്റെ ഡ്രൈവർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യും. ബാറ്ററി ഇതിൻ്റെ എന്തിനെന്ന് പറയുന്നത്, ബാറ്ററി ഡ്രൈവർ തന്നെ അത് ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു വെച്ച് ചെക്ക് ചെയ്തിട്ട് കാണിക്കുന്ന ബാറ്ററി ചാർജ് 100% ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ കാലിബ്രേറ്റ് ചെയ്യണം. ബാറ്ററി ഈസ് ഫങ്ഷനിങ് കറക്റ്റ്ലി ബട്ട് ഇറ്റ് നീഡ് ടു ബി കാലിബ്രേറ്റഡ്. യു വിൽ എക്സ്പീരിയൻസ് ഷോർട്ടർ ബാറ്ററി ലൈഫ് ബിറ്റ്വീൻ ചാർജസ് ഇഫ് ദ ബാറ്ററി ഈസ് നോട്ട് കാലിബ്രേറ്റഡ്. ഞാൻ ഈ ബാറ്ററി കാലിബ്രേഷൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യണേ. ഇവൻ എന്താ ചെയ്യാൻ പറയുന്നത് അറിയാമോ, ആദ്യമേ ബാറ്ററിയെ ഫുള്ളി ചാർജ് ചെയ്യണം, എന്നിട്ട് പവർ കോഡ് മാറ്റണം, എന്നിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എസ്കേപ്പ് പ്രസ് ചെയ്ത് വേറൊരു വിൻഡോയിൽ വരും. ആ വിൻഡോയിൽ നിന്നുകൊണ്ട് കമ്പോണൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കണം. കമ്പോണൻറ്റ് ടെസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് കാലിബ്രേറ്റ് ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹാർഡ് ഡിസ്കിനെ എല്ലാം കറക്കി, അതായത് ഹാർഡ് ഡിസ്കൊക്കെ കറക്കണം എന്തിനാണ്, ഇത് ചെയ്യാൻ വേണ്ടി, ബാറ്ററി കൂടുതൽ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ബാറ്ററിയെ ഫുള്ളി അവനങ്ങ് ഡിസ്ചാർജ് ചെയ്യും. അതിനുവേണ്ടി ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. നല്ല കപ്പാസിറ്റിയുള്ള ബാറ്ററി ആണെങ്കിൽ, നമ്മളിപ്പോൾ നല്ല കപ്പാസിറ്റിയുള്ള ബാറ്ററി വെച്ചേക്കണം, ഒരു 4-5 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. ഫുൾ 4-5 മണിക്കൂർ കഴിയുമ്പോൾ ഇവൻ ഡിസ്ചാർജ് ചെയ്യും. അതിനുശേഷം നമ്മൾ പിന്നെയും ചാർജ് ചെയ്യണം. അപ്പം ഇവന് മനസ്സിലാവും നമ്മളെ ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയെന്ന്. എന്നിട്ട് പിന്നെ വരുന്നത് ബാറ്ററി ചാർജ് ചെയ്യണതും ഡിസ്ചാർജ് ചെയ്യുന്നതും അവൻ ഈ കപ്പാസിറ്റിയുടെ ബേസിലാണ്. ഞാൻ ഏതായാലും ഇപ്പം കാലിബ്രേറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. കാരണം ഈ ബാറ്ററി വെക്കാൻ എന്ത് വന്നാലും അവിടെ സമ്മതിക്കില്ല. ഏതായാലും 5-6 മണിക്കൂർ എടുക്കും കാലിബ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ഏതായാലും ഞാനൊരു പുതിയ ബാറ്ററി വാങ്ങിച്ച് ഫിക്സ് ചെയ്തിട്ട് കാലിബ്രേറ്റ് ചെയ്യാം. അപ്പം ഏതായാലും നിങ്ങൾക്ക് ഞാനിത് ഈ ബാറ്ററിയിൽ ഇത് വർക്ക് ചെയ്യണത് കാണിച്ചു തരാം, പവർ കോഡില്ല. കാരണം ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണ്ടേ, അത് ഏതായാലും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ബാറ്ററിയിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ ഒരുപാട് നേരം ഒന്നും ഓൺ ചെയ്ത് വെച്ചില്ല, ഒരു 15-17 മിനിറ്റ് ഓൺ ചെയ്ത് വെച്ചോളൂ. ഒരു ഓപ്പറേഷൻസ് ചെയ്തില്ല, അതിനുശേഷം ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ഡൗട്ടോ സജഷൻസോ എന്തുണ്ടെങ്കിലും കമൻ്റ് എഴുതി ചോദിക്കാൻ മടിക്കേണ്ട. എൻ്റെ അറിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ ഉത്തരം നൽകാം. ഇൻ കേസ് എനിക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ ആരുടെങ്കിലും ചോദിച്ചെങ്കിലും നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.